അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് സൂറത്തുർ റഹ്മാൻ എന്ന ഖുർആനിലെ ഏറ്റവും സുന്ദരമായ സൂറത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. അതിലെ 43 അധ്യായങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അതിൻ്റെ ബാക്കിയാണ്. നേരെ വീഡിയോയിലേക്ക് പോകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യതൂഫൂന ബൈനഹാ വബൈന ഹമീമിൻ ആൻ. അതിൻ്റെയും ചൂട് കൂടിയ തിളക്കുന്ന വെള്ളത്തിൻ്റെയും ഇടയിൽ അവർ ചുറ്റിത്തിരിയും. ഫബിയയി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും നാഥൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. തൻ്റെ നാഥൻ്റെ സ്ഥാനത്തെ, അതായത് അവൻ്റെ സന്നിധിയിൽ നിൽക്കുന്നതിനെ ഭയപ്പെടുന്നവനും രണ്ട് സ്വർഗങ്ങളുണ്ട്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ മഖാമിനെ ഭയപ്പെടുന്നവനുണ്ട് ജന്നത്താൻ, രണ്ട് സ്വർഗങ്ങൾ. ഫബിയയി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും നാഥൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ദവാത്ത അഫ്നാൻ, പല വകുപ്പുകളുള്ളതായ രണ്ടെണ്ണം. ഫബിയയി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും നാഥൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ഫിഹിമാ ഐനാനി തജ്രിയാൻ. ആ രണ്ട് സ്വർഗങ്ങളിലും ഒഴുകിക്കൊണ്ടിരിക്കുന്ന രണ്ട് അരുവികളുണ്ട്. ഫബിയയി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും നാഥൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ഫിഹിമാ മിൻ കുല്ലി ഫാക്കിഹത്തിൻ സൗജാൻ. ഫിഹിമ, ആ രണ്ട് സ്വർഗങ്ങളിലുമുണ്ട്, മിൻ കുല്ലി ഫാക്കിഹത്തിൻ, എല്ലാ പഴവർഗ്ഗങ്ങളിൽ നിന്നും, സൗജാൻ, ഇണകളുണ്ട്. അവ രണ്ടിലും, എല്ലാ പഴവർഗ്ഗങ്ങളിൽ നിന്നും ഇണകളുണ്ട് എന്നർത്ഥം. ഫബിയയി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും നാഥൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? മുത്തക്കിഈന അലാ ഫുറുശിൻ ബതാഇനുഹാ മിൻ ഇസ്തബ്റകിൻ വജനൽ ജന്നത്തൈനി ദാൻ. ഉൾഭാഗം തടിച്ച പട്ടുകൊണ്ടുള്ള വിരിപ്പുകളിൽ അവർ കിടക്കുന്നവരായിക്കൊണ്ട് സുഖിച്ചുകൊണ്ടിരിക്കും. രണ്ട് തോട്ടങ്ങളിലെയും പഴങ്ങൾ വളരെ പെട്ടെന്ന് ആവശ്യത്തിന് പറിച്ചെടുക്കാവുന്ന രൂപത്തിൽ താഴ്ന്നു നിൽക്കുന്നതായിരിക്കും. ഫബിയയി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും നാഥൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ഫീഹിന്ന കാസിറാത്തു ത്വർഫി ലം യത്മിസുഹുന്ന ഇൻസും ഖബലഹും വലാ ജാൻ. ഫീഹിന്ന, സ്വർഗത്തിലുണ്ട്, കാസിറാത്തു ത്വർഫി, കണ്ണുകളെ നിയന്ത്രിക്കുന്ന തരുണിമണികൾ. ലം യത്മിസുഹുന്ന, ഇതിനു മുമ്പ് അവരെ സ്പർശിച്ചിട്ടില്ല. ലം യത്മിസുഹുന്ന, അവരെ സ്പർശിച്ചിട്ടില്ല. ഇൻസും ഖബലഹും വലാ ജാൻ, ഇതിനു മുമ്പ് മനുഷ്യരോ ജിന്നുകളോ സ്പർശിച്ചിട്ടില്ല. അവയിൽ കണ്ണുകളെ നിയന്ത്രിക്കുന്ന തരുണികളുണ്ട്. ഇവർക്ക് മുമ്പ് അവരെ ഒരു മനുഷ്യനോ ജിന്നോ സ്പർശിച്ചിട്ടില്ല. ഫബിയയി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും നാഥൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? കഅന്നഹുന്നൽ യാഖൂതു വൽ മർജാൻ. ആ തരുണികൾ മാണിക്യവും മുത്തും പോലെയായിരിക്കും. ഫബിയയി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും നാഥൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. ഹൽ ജസാഉൽ ഇഹ്സാനി, നന്മയുടെ പ്രതിഫലമല്ലേ, ഇല്ലൽ ഇഹ്സാൻ, നന്മയല്ലാതെയാണോ? ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, നന്മ ചെയ്തതിൻ്റെ പ്രതിഫലം നന്മ ചെയ്തു കൊടുക്കലല്ലാതെ മറ്റെന്താണ്? ഫബിയയി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും നാഥൻ്റെ അനുഗ്രഹങ്ങളിൽ
ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? വമിന്ദൂനിഹിമാ ജന്നത്താൻ, നേരത്തെ പറഞ്ഞ രണ്ടിനും പുറമെ വേറെയും രണ്ട് സ്വർഗത്തോപ്പുകളുണ്ട്. ഫബിയയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ, അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും നാഥന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? മുദ്ഹാമ്മത്താൻ, കടും പച്ചയായ രണ്ടെണ്ണം. ഫബിയയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ, അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും നാഥന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ഫിഹിമാ ഐനാനി നല്ലാഹത്താൻ, അവ രണ്ടിലും സാവധാനം ഒഴുകുന്ന രണ്ട് അരുവികളുണ്ട്. ഫബിയയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ, അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും നാഥന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ഫിഹിമാ ഫാക്കിഹത്തും വനഖിലും വറുമ്മാൻ, ഫിഹിമാത് രണ്ടിലുമുണ്ട്. ഫാക്കിഹത്തുൻ പഴവർഗ്ഗങ്ങളുണ്ട്, വനഖിലുൻ ഈത്തപ്പഴമുണ്ട്, വറുമ്മാൻ ഉറുമാൻ പഴവുമുണ്ട്. അവ രണ്ടിലും പഴവർഗ്ഗങ്ങളും ഈത്തപ്പനയും ഉറുമാൻ പഴവുമുണ്ട്. ഫബിയയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ, അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും നാഥന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ, അവയിൽ സുന്ദരികളായ ഉത്കൃഷ്ട സ്ത്രീകളുമുണ്ട്. ഫബിയയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ, അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും നാഥന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ഹൂറും മക്സൂറാത്തും ഫിൽ ഖിയാം, അതായത് കൂടാരങ്ങളിൽ നിയന്ത്രിക്കപ്പെട്ട വെളുത്ത സുന്ദരികൾ. ഫബിയയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ, അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും നാഥന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ലം യത്മിസ്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ, ഇവർക്ക് മുമ്പൊരു മനുഷ്യനോ ജിന്നോ അവരെ സ്പർശിച്ചിട്ടില്ല. ഫബിയയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ, അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും നാഥന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? മുത്തക്കിഈന അലാ റഫ്റഫിൻ ഖുളിരിൻ വ അബ്കരിയിൻ ഹിസാൻ, പച്ച തലയിണകളിലും അഴകേറിയ പരവതാനികളിലും ചാരി ഇരിക്കുന്നവരായിക്കൊണ്ട് അവർ സുഖിക്കുന്നവരാണ്. ഫബിയയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ, അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും നാഥന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? തബാറക ഇസ്മു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, മഹത്വവും ആദരവുമുള്ള താങ്കളുടെ നാഥന്റെ നാമം വളരെ അനുഗ്രഹം തന്നെ. സൂറത്ത് റഹ്മാന്റെ വിവരണം അല്ലെങ്കിൽ ആശയം ഇതോടെ ഇവിടെ പൂർത്തിയാകുന്നു. അള്ളാഹു അവൻ്റെ സ്വർഗത്തെക്കുറിച്ചും അതിലെ അനുഗ്രഹങ്ങളെക്കുറിച്ചും അതിലുള്ള സുഖാഡംബരങ്ങളെക്കുറിച്ചുമാണ് ഈ സൂറത്തിൽ കൂടുതലായി പറഞ്ഞിരിക്കുന്നത്. ഓരോന്നും പറഞ്ഞ ശേഷം ചോദിക്കുന്നു, മനുഷ്യരെ, ജിന്നുകളെ, ഇങ്ങനെയൊക്കെയുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് എന്ന്. നമുക്ക് നിഷേധിക്കാൻ യാതൊന്നുമില്ല, അത് തന്നെയാണ് അതിനുള്ള മറുപടി എന്ന് പറയുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ ജീവിതം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ളതാകാൻ വേണ്ടി. അങ്ങനെയുള്ളവർക്കാണ് ഈ പറയപ്പെട്ടതെല്ലാം കിട്ടുന്നത്. വ ആഖിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത്. 1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിനൊരുപാട്
ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം. തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്. സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്.